അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഇടുങ്ങിയ ഭൂപ്രദേശം എത്രയാണോ അതുപോലെ തന്നെയാണ് ബംഗ്ലാദേശിന് ഇപ്പോൾ ചിറ്റഗോങ്ങിലുള്ള അതിർത്തി പ്രദേശം എന്ന് പറയുന്നത്. വളരെ നാരോ ആയിട്ടുള്ള ഒരു പ്രദേശം. അപ്പോൾ ഇവിടേക്ക് വേണമെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് കടന്നു കയറി ഞങ്ങളെ രക്ഷിക്കാമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നമ്മളങ്ങനെ ചെയ്യുമെന്നോ അതിനെക്കുറിച്ച് ആലോചിച്ചെന്നോ ഒന്നും പറയുന്നില്ല. അവരുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ രാജ്യാന്തര തലത്തിൽ ഇവരുടെ ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയും ആ പ്രക്ഷോഭത്തിന് വലിയ മാനങ്ങൾ കൈവരികയും ഒക്കെ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ യൂണിയനിലേക്ക് വരാമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾ, അതായത് വിഭജനമുണ്ടായ സമയത്ത് രണ്ട് രാജ്യങ്ങളായി തിരിയുന്നുണ്ടല്ലോ. അന്ന് ഈ പറയുന്ന ചിറ്റഗോങ് മേഖലയിൽ ഏതാണ്ട് 97-98% ആളുകൾ എന്ന് പറയുന്നത് ബുദ്ധമതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ഏതാണ്ട് 3% മാത്രമായിരുന്നു ബംഗാളി മുസ്ലിം എന്ന് പറയുന്നത്. എന്നാൽ കാലം മാറിയപ്പോഴേക്കും ഡെമോഗ്രഫിയൊക്കെ ആകെ ചേഞ്ച് ചെയ്തു. ഈ പറയുന്ന ബംഗാളിലേക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ അരുണാചൽ, മിസോറാം, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചാക്മ ഗോത്ര വിഭാഗക്കാർ ഓടിപ്പോയി. അതുകൊണ്ടാണ് അവിടുത്തെ ഈ ജനസംഖ്യയിൽ വലിയ വ്യത്യാസമുണ്ടായത്. ഇപ്പോൾ അവർ പറയുന്നത് 1947 ഒരു വലിയ തെറ്റ് സംഭവിച്ചു. ആ തെറ്റ് തിരുത്താനുള്ള സമയമാണ്. ഇപ്പോൾ ആ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്ന് പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.